അൽ വഹദത്തു സാലിസ, 6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ്. അൽ ജിസ്മു സലീം, ആരോഗ്യമുള്ള ശരീരം. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. 1ാമത്തെ പാഠം ഹദഫ്. ഹദഫ് എന്നൊരു കഥയാണ്. ഹദഫ് എന്ന് പറഞ്ഞാൽ ഗോൾ. ഇവിടെ ചിത്രം നോക്കൂ. കളിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം. നമുക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ കളിച്ച് വളരണം, അല്ലേ? നന്നായി അധ്വാനിക്കുകയും നന്നായി കളിക്കുകയുമൊക്കെ ചെയ്താൽ മാത്രമേ ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കുകയുള്ളൂ. ഹദഫ്, ഗോൾ. ഹദഫ് മീൻസ് ഗോൾ. ഗോൾ എന്ന ഈ കഥ വായിക്കാം. ദഖായിഖു ബാഖിയത്തുൻ ലിസ്സഫാറത്തിൽ അഖീറത്തി, അവസാന വിസിലിന് മിനിറ്റുകൾ അവശേഷിക്കുകയാണ്. ദഖായിഖു മിനിറ്റ്സ്, ദഖീഖത്തുൻ ജമ് ദഖായിഖ് മിനിറ്റുകൾ, ബാക്കിയത്തുൻ ബാക്കിയാണ്, അവശേഷിക്കുകയാണ്. ലിസ്സഫാറത്തിൽ അഖീറത്തി, അവസാന വിസിലിന്. സഫാറത്ത് മീൻസ് വിസിൽ. ഫുട്ബോൾ കളിക്കുമ്പോഴും മറ്റും റഫറിയുടെ കയ്യിൽ ഒരു വിസിലുണ്ടാകും, അല്ലേ? ആ വിസിലിന് അനുസരിച്ചാണ് കളി മുന്നോട്ട് പോവുക. ഇവിടെ ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത്. സമയം കഴിയുമ്പോൾ റഫറി ലാസ്റ്റ് വിസില് മുഴക്കും. ആ സമയത്ത് മത്സരം അവസാനിക്കും. അങ്ങനെ അവസാന വിസിലിന് വേണ്ടി മിനിറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. യർത്തഫിഉ സ്യാഹു, ആരവങ്ങൾ ഉയരുന്നു. ഗാലറിയിൽ നിന്നും കാണികൾ ആർത്ത് വിളിക്കുന്നുണ്ട്. യതമവ്വജുൽ മുഷാഹിദൂന, കാണികൾ ഇളകി മറിയുകയാണ്. യതമവ്വജു, ഇളകി മറിയുന്നു. മൗജ്, തിരമാല. യതമവ്വജു, ഇളകി മറിയുന്നു. അൽ മുഷാഹിദൂന, കാണികൾ. യുസാരിഉ സൽമാനു ബിൽ കുറത്ത് ഇലൽ മർമ, എന്താണ് ഇങ്ങനെ ഇളകി മറിയാൻ കാരണം? അവസാന മിനിറ്റാണ്. പിന്നെയോ സൽമാൻ എന്ന കളിക്കാരൻ പന്തും കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് കുതിക്കുകയാണ്. യുസാരിഉ സൽമാൻ, സൽമാൻ കുതിക്കുകയാണ്. സാറ യുസാരിഉ, കുതിച്ച് പായുകയാണ്. ബിൽ കുറത്തി, ബോളും കൊണ്ട്. ഇലൽ മർമ, ഗോൾ പോസ്റ്റിലേക്ക്. മർമ മീൻസ് ഗോൾ പോസ്റ്റ്. വഹുവ ഖായിദു ഫരീഖിൻ, അവൻ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. വഹുവ ഖായിദ്, അവൻ ക്യാപ്റ്റനാണ്. ഫരീഖിൻ, ഒരു ടീമിൻ്റെ. 2 ടീമുകൾ തമ്മിലാണ് മത്സരം. ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായ സൽമാൻ അവസാന നിമിഷങ്ങളിൽ പന്തും കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് പായുകയാണ് ഗോളടിക്കാൻ വേണ്ടി. നളറ ഇലൽ ജാനിബിൽ ഐമനി വൽ ഐസരി, അവൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. ബോൾ കൊണ്ട് പോകുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിക്കൊണ്ടാണ് പോകുന്നത്. എതിർ ടീമിൻ്റെ കളിക്കാർ ഇടവും വലവും പാഞ്ഞു വരുന്നുണ്ടാകും, അല്ലേ? അവരിൽ ഒരു കണ്ണ് വേണം, എന്നാലേ സ്പീഡിൽ പോയി ഗോളടിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ലറബ സൽമാൻ ബിരിജിലിഹിൽ യുംന, അങ്ങനെ സൽമാൻ തൻ്റെ വലത് കാലുകൊണ്ട് ആഞ്ഞടിച്ചു. ഹാജൽ ജമിഉ, എല്ലാവരും ആവേശഭരിതരായി. വസാഹു, അവർ ആർത്ത് വിളിച്ചു. ഹദഫ്, ഹദഫ്, ഗോൾ, ഗോൾ എന്നവരെ ആർത്ത് വിളിച്ചു കാണികൾ. ഓക്കെ, അങ്ങനെ അവസാന നിമിഷത്തിൽ ടീം ക്യാപ്റ്റനായ സൽമാൻ ഗോളടിച്ചിരിക്കുന്നു. ഇത് ലറബ സൽമാൻ, സൽമാൻ അടിച്ചു. ബിരിജിലിഹിൽ യുംന, തൻ്റെ വലതുകാല് കൊണ്ട്. അങ്ങനെ ഹാജൽ ജമിഉ സാഹു, എല്ലാവരും ആവേശഭരിതരായി ആർത്ത് വിളിച്ചു. ഹദഫ്, ഹദഫ്, ഗോൾ, ഗോൾ എന്ന്. ഫാസ ഫരീഖു സൽമാൻ ബിദാലിക്കൽ ഹദഫി സാഹിരി, ആയൊരു മാസ്മരിക ഗോൾ കൊണ്ട് സൽമാൻ്റെ ടീം വിജയിച്ചു. ഫാസ, വിജയിച്ചു. ഫരീഖു സൽമാൻ, സൽമാൻ്റെ ടീം. ബിദാലിക്കൽ ഹദഫി, ആ ഗോൾ കൊണ്ട്. അസാഹിരി, മാസ്മരികമായ, മാജിക്കൽ, ആയൊരു മാസ്മരികമായ മാജിക്കൽ ഗോൾ കൊണ്ട് സൽമാൻ്റെ ടീം വിജയിച്ചു. അവസാന നിമിഷത്തിൽ സൽമാൻ അടിച്ച ഗോൾ കൊണ്ട്. അസ്റ അഅ്ളാ ഉൽ ഫരീഖ് ഇലൽ ഖായിദി വഅനഖൂഹു, ടീം മെമ്പേഴ്സ് എല്ലാവരും ക്യാപ്റ്റൻ്റെ അടുക്കലേക്ക് കുതിച്ചു പാഞ്ഞു. വഅനഖൂഹു, അവരവനെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. അഅ്ളാ ഉൽ ഫരീഖ്, ടീം അംഗങ്ങൾ. ഇലൽ ഖായിദി, ക്യാപ്റ്റൻ്റെ അടുക്കലേക്ക്. ക്യാപ്റ്റനാണല്ലോ ഗോൾ അടിച്ചത്. ഓടിച്ചെന്ന് ക്യാപ്റ്റനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ബഅദ ഖലീലിൻ, കുറച്ച് കഴിഞ്ഞ്. ഇജ്തമ അൽ ഫരീഖു ഫിൽ മൈദാനി, ടീം മൈതാനിൽ. മൈദാൻ മീൻസ് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. വസ്തലമു അൽ കഅസ വൽ ഔസിമത്ത, അങ്ങനെ അവർ കപ്പും മെഡലുകളും സ്വീകരിച്ചു. ഇസ്തലമു, അവർ സ്വീകരിച്ചു. അൽ കഅസ, കപ്പ്. വൽ ഔസിമത്ത, മെഡൽസ്. ജയിച്ച ടീമിനുള്ള കപ്പ് അവർ വാങ്ങി.
കളിക്കാർക്കുള്ള മെഡലുകളും വാങ്ങി. അങ്ങനെ അതാണ് ഈ ഹിക്കായത്ത് കഥ. ഇനി ഇവിടെ നുലാഹിദു വനതഅറഫു, നമുക്ക് നിരീക്ഷിക്കാം, മനസ്സിലാക്കാം. ഒരു ഫുട്ബോൾ കോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കളിക്കാരുടെ പൊസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഗോളിയുണ്ട്, ഡിഫൻഡർമാർ 2 പേരുണ്ട്, മിഡ്ഫീൽഡർ 2 പേരുണ്ട്, പിന്നെ ഫോർവേഡ് കളിക്കുന്ന സ്ട്രൈക്കേഴ്സ് 2 പേരുണ്ട് അല്ലേ. സെവൻസ് ഫുട്ബോളിൻ്റെ ഒരു ടീമാണിത്. ഇവർക്കൊക്കെ എന്തൊക്കെയാണ് അറബിയിൽ പറയുക എന്ന് നോക്കാം. ഇവിടെ ആരാണുള്ളത്? ഇതാണ് റഫറി അല്ലേ. 1 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. റഫറിക്ക് എന്ത് പറയും? ഹക്കമുൽ മുബാറാത്ത്, റഫറി, കളി നിയന്ത്രിക്കുന്നയാൾ. പിന്നെ 2 എന്നത് ആരെ കൊണ്ടാണ്? ഗോളിയെ കൊണ്ടാണ് അല്ലേ. ഗോളിക്ക് ഹാരിസുൽ മർമ എന്ന് പറയും. 3 ഇവർ 2 പേരുമാണ് 3. അവരാരാണ്? മുദാഫിയാണ്, മീൻസ് ഡിഫൻഡർ. പിന്നെ 4 ഇവരാണ്, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 2 പേര്, ഇവർ 2 പേരും. അവരാണ് മുഹാജിം, സ്ട്രൈക്കർ, ബോളും കൊണ്ട് മുന്നോട്ടേക്ക് പോയി ഗോളടിക്കുന്നവർ. പിന്നെ 5-മത്തത് ലാഇബുൽ വസത്ത്, മിഡ്ഫീൽഡർ അല്ലേ. ഇങ്ങനെയാണ് ഫുട്ബോൾ കളിയിലെ പൊസിഷൻസ്. പിന്നെ നഖ്റഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അൽ ജുമലുൽ ഫിഅലിയ, ഈ ജുംലകളൊക്കെ, ഈ സെൻറ്റൻസുകളൊക്കെ ജുംലത്തുൻ ഫിഅലിയ ആണ്. അൽ ജുമലുൽ ഫിഅലിയ, ഫിഅലിയായ ജുംലകൾ. വായിച്ചു നോക്കാം. യൽഅബുൽ വലദു ഫിൽ മൈദാനി, കുട്ടി ഗ്രൗണ്ടിൽ കളിക്കുന്നു. യൽഅബുൽ വലദു, കുട്ടി കളിക്കുന്നു. ഫിൽ മൈദാനി, ഗ്രൗണ്ടിൽ. നളറൽ ലാഇബു ഇലൽ മർമ, കളിക്കാരൻ ഗോൾ പോസ്റ്റിലേക്ക് നോക്കി. നളറ, നോക്കി. അൽ ലാഇബു, കളിക്കാരൻ. ഇലൽ മർമ, ഗോൾ പോസ്റ്റിലേക്ക്. തജിരിൽ കുറത്തു ഫിൽ മൽഅബി, ബോള് ഗ്രൗണ്ടിൽ സഞ്ചരിക്കുന്നു, ഗ്രൗണ്ടിൽ കൂടെ ബോള് നീങ്ങുന്നു. വസലത്ത് ഫാത്തിമത്തു ഇലൽ മദ്രസ, ഫാത്തിമ സ്കൂളിലെത്തി. ഈ സെൻറ്റൻസുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഫെയിലുകൾ കൊണ്ടാണ് അല്ലേ. ഫെയിലുകൾ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളെ അൽ ജുംലത്തുൽ ഫെയിലിയ എന്ന് പറയും. അതായത് ഫെയിലും ഫായിലും ഉള്ള ജുംലയാണെങ്കിൽ ആ ജുംലയ്ക്ക് ജുംലത്തുൻ ഫെയിലിയ എന്ന് പറയും. ഇവിടെയൊക്കെ ഫെയിലിനെയും ഫായിലിനെയും കാണാം. ഇനി മറ്റു ചില സെൻറ്റൻസുകളിൽ ഫെയിൽ ഉണ്ടാവില്ല, പകരം എന്താണ് ഉണ്ടാവുക? മുബ്തദഉം ഖബറുമാണ് ഉണ്ടാവുക. അങ്ങനെ മുബ്തദഉം ഖബറുമുള്ള ജുംലകളെ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. ഓക്കെ, അത് താഴെ വരും, നമുക്ക് നോക്കാം. നുറാജിഉ അന്നസ്സ വ നഖ്താറു മിൻഹുൽ ജുമലൽ ഫിഅലിയ, പാഠഭാഗം വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നും ഫിഅലിയായ ജുംലകൾ നമുക്ക് കണ്ടെത്താം. യർതഫിഉ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പാഠഭാഗത്ത് യർതഫിഉ എന്ന് വരുന്ന സെൻറ്റൻസ് ഇവിടെ എഴുതുക. അതേപോലെ ലറബ എന്ന ഫെയിൽ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് ഇവിടെ എഴുതുക. പിന്നെയോ ഇവിടെ വിട്ടുപോയ ഫെയിലും എഴുതുക. അതേപോലെ ഇവിടെയൊക്കെ ജുംല ഫെയിലിയ വെച്ച് പൂരിപ്പിക്കണം. നമുക്ക് നോക്കാം ഏതൊക്കെ ജുംല ഫെയിലിയാണ് പാഠഭാഗത്തുള്ളത് എന്ന്. യർതഫിഉ സിയാഹു, ഇതൊരു ജുംല ഫെയിലിയാണ് അല്ലേ. യർതഫിയുവിൻ്റെ ശേഷം സിയാഹു എന്ന് എഴുതിയാൽ മതി. ആരവങ്ങൾ ഉയരുന്നു. യതമവ്വജുൽ മുഷാഹിദൂന, കാണികൾ ഇളകിമറിയുന്നു. ഇതും ജുംല ഫിഅലിയാണ്. യതമവ്വജു എന്ന ഫീൽ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. യുസാരിഉ സൽമാൻ ബിൽ കുറത്ത് ഇലൽ മർമ, സൽമാൻ ബോൾ കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് കുതിക്കുന്നു. ഇതിൽ യുസാരിഉ എന്നത് ഫെയിലാണ്, അപ്പോൾ ഇത് ജുംല ഫിഅലിയാണ്. പിന്നെ നളറ ഇലൽ ജാനിബിൽ ഐമനി വൽ ഐസർ, ഇതും ജുംല ഫിഅലിയാണ്. ലറബ സൽമാനു ബിരിജിലിഹിൽ യുംന, സൽമാൻ തൻ്റെ വലതുകാല് കൊണ്ട് അടിച്ചു, അതും ജുംല ഫിഅലിയാണ്. ഹാജൽ ജമീഉ, എല്ലാവരും ആർത്തുല്ലസിച്ചു, അതും ജുംല ഫിഅലിയാണ്. വസ്വാഹു, സ്വാഹു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജുംലത്തുൻ ഫിഅലിയ ആണ്. സ്വാഹ എന്ന് പറഞ്ഞാൽ ആർത്തു വിളിച്ചു. സ്വാഹു, അവർ ആർത്തു വിളിച്ചു. അപ്പോൾ സ്വാഹ എന്ന ഫീലുമുണ്ട്, അവർ എന്ന വാവും ഉണ്ട് അല്ലേ. അങ്ങനെ 2 വാക്കുകളാണിത്. അതുകൊണ്ട് ഇതുമൊരു ജുംലയാണ്, ഇതുമൊരു സെൻറ്റൻസാണ്. എന്ത് സെൻറ്റൻസാണ്? ഫിഅലിയായ സെൻറ്റൻസാണ്, ജുംല ഫിഅലിയ. പിന്നെ ഫാസ ഫരീഖു സൽമാൻ, സൽമാൻ്റെ ടീം വിജയിച്ചു, അതുമൊരു ജുംല ഫിഅലിയാണ്. അസ്റ അഅ്ളാ അൽ ഫരീഖ് ഇലൽ ഖായിദി, അതുമൊരു ജുംല ഫിഅലിയാണ്. ആനകൂഹു, അതും ജുംല ഫിഅലിയാണ്. പിന്നെ ഇജ്തമഅ അൽ ഫരീഖു ഫിൽ മൈദാനി, അതും. അതേപോലെ ഇസ്തലമു അൽ കഅസ,
വൽ ഔസിമത്ത, അതും ജുംല ഫീലിയാണ്. ഓക്കെ, അങ്ങനെ ഫീൽ ഉള്ള എല്ലാ ജുംലയും ജുംല ഫീലിയാണ്. ആ ജുംലകളൊക്കെ ഇവിടെ എഴുതുക. അടുത്ത പേജിൽ നഖറഉൽ അഫ്ആല താലിയത്ത വനുഅദ്ദുൽ ജുമല ബിസ്തിആനത്തി സുവരി. താഴെയുള്ള ഫീലുകൾ വായിച്ചു നോക്കിയിട്ട് ചിത്രങ്ങൾക്ക് അനുസരിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. താഴെ 4 ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സഖത്ത വീണു, ആനക്ക ആലിംഗനം ചെയ്തു, യദ്രിബു അടിക്കുന്നു, യഖ്ബിലു പിടിക്കുന്നു. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ചിത്രം സ്ട്രൈക്കർ ബോളിനെ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുന്നതാണല്ലേ. അത് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കാം? അടിക്കുന്നു എന്നതിൻ്റെ വാക്ക് യദ്രിബു ആണ്. അപ്പോൾ യദ്രിബു ആരാണ് അടിക്കുന്നത്? കളിക്കാരൻ. ഒന്നുകിൽ കളിക്കാരൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രൈക്കർ എന്ന് പറയാം അല്ലേ. സ്ട്രൈക്കർ എന്ന് പറഞ്ഞോളൂ. അൽ മുഹാജിമു യദ്രിബുൽ മുഹാജിമു, സ്ട്രൈക്കർ അടിക്കുന്നു. എന്തിനെ അടിക്കുന്നത്? അൽ ഖുറത്ത, ബോളിനെ. എങ്ങോട്ടേക്ക്? ഇലൽ മർമ, ഗോൾ പോസ്റ്റിലേക്ക്. അപ്പോൾ യദ്രിബുൽ മുഹാജിമു അൽ ഖുറത്ത ഇലൽ മർമ, മുഹാജിം ബോൾ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുന്നു. അടുത്ത ചിത്രം ഗോളി ആ ബോള് പിടിക്കുന്നതാണല്ലേ. ഗോളിക്ക് എന്ത് പറയും? ഹാരിസുൽ മർമ എന്ന് നമ്മൾ പഠിച്ചു. പിടിക്കുന്നു എന്നതിൻ്റെ വാക്കിവിടെ യഖ്ബിലു എന്നുണ്ട്. യഖ്ബിലു ആദ്യം വെക്കുക. യഖ്ബിലു ഹാരിസുൽ മർമ, ഗോൾ കീപ്പർ പിടിക്കുന്നു അൽ ഖുറത്ത, ബോളിനെ. യഖ്ബിലു ഹാരിസുൽ മർമ അൽ ഖുറത്ത, ഗോൾ കീപ്പർ ബോൾ പിടിക്കുന്നു. ഓക്കെ, പിന്നെ ഗോൾ തടഞ്ഞതുകൊണ്ട് ഗോളിയെ കളിക്കാർ ആലിംഗനം ചെയ്യുകയാണ്. ആലിംഗനം ചെയ്തു എന്നതിൻ്റെ വാക്ക് ആനക്ക. ആനക്ക വെക്കുക ആദ്യം. പിന്നെയോ ആരാണ് ആലിംഗനം ചെയ്തത്? ടീം മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ ആനക്ക അഅ്ളാ ഉൽ ഫരീഖി ഹാരിസ് അൽ മർമ, ഗോളിയെ ടീം മെമ്പേഴ്സ് ആലിംഗനം ചെയ്തു. പിന്നെയോ ഒരു കളിക്കാരൻ ഇവിടെ വീണു. വീണു എന്നുള്ളതിൻ്റെ വാക്കെന്താ? സഖത്ത്. സഖത്ത ലായിബ്, ലായിബ് വീണു, കളിക്കാരൻ വീണു. ഓക്കെ, അപ്പോൾ ഈ ജുംലകളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ജുംലകളൊക്കെ ജുംല ഫിഅലിയാണ്. കാരണം എല്ലാത്തിലും ഫിഅലുണ്ട് അല്ലേ. യെസ്. ഇനി ഇവിടെ അൽ ജുംലത്തുൽ ഇസ്മിയ, അൽ ജുമലുൽ ഇസ്മിയ. ജുംല എന്നതിൻ്റെ ജംആണ് ജുമൽ, ഇസ്മിയായ ജുംലകൾ. ഇതൊക്കെയാണ് ഇസ്മിയായ ജുംലകൾ. വായിച്ചു നോക്കൂ. അൽ മുബാറാത്തു ഷദീദത്തുൻ, മത്സരം കഠിനമാണ്. അൽ ഫരീഖു ഫായിസുൻ, ടീം വിജയിച്ചു. ഫായിസ് മീൻസ് വിജയി, ടീം വിജയിയാണ്, അതാണ് ശരിയായ അർത്ഥം. അദ് ദഖായിഖു ബാക്കിയത്തുൻ, മിനിറ്റുകൾ ബാക്കിയുണ്ട്. ഇതിൽ ഫിഅലുണ്ടോ? ഈ സെൻറ്റൻസുകളിലൊന്നും ഫിഅലിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസുകളൊക്കെ ഇസ്മിയായ ജുംലകളാണ്, ഇസ്മിയായ സെൻറ്റൻസുകളാണ്. ഒന്നാമത്തെ സെൻറ്റൻസിൽ ആദ്യത്തെ വാക്കാൽ മുബാറാത്തു എന്നാണ്. ഇത് മുബത്തദ ആണ്. രണ്ടാമത്തേതിലോ അൽ ഫരീഖു, ഇതും മുബത്തദ ആണ്. മൂന്നാമത്തേതിലോ അദ് ദഖായിഖു, ഇതും മുബത്തദ ആണ്. അപ്പോൾ മുബത്തദവും ഖബറുമുള്ള ജുംലക്ക് അൽ ജുംലത്തുൽ ഇസ്മിയ എന്നും ഫിഅലും ഫായിലുമുള്ള ജുംലക്ക് അൽ ജുംലത്തുൽ ഫിഅലിയ എന്നും പറയും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണെങ്കിൽ ജുംല ഫിഅലിയ എന്നും, ഇസ്മു കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ജുംല ഇസ്മിയ ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ ചെയ്തതുപോലെ സെൻറ്റൻസുകൾ പൂരിപ്പിക്കണം. ഇവിടെയാണെങ്കിലോ നേരത്തെ ജുംല ഫിഅലിയ ആയിരുന്നു, ഇവിടെ ജുംല ഇസ്മിയ. ബോൾ ഇവിടെ കാണുന്നുണ്ട്. അൽ ഖുറത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്മൾ എഴുതണം. അൽ ഖുറത്തു, ബോൾ എവിടെയാണുള്ളത്? ഗ്രൗണ്ടിൽ അല്ലേ. അപ്പോൾ അൽ ഖുറത്തു ഫിൽ മൈദാനി, ബോൾ ഗ്രൗണ്ടിലാണുള്ളത്. അടുത്തത് ഇവിടെ വിശാലമായൊരു ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. വാസിഉൻ, വാസിഉൻ മീൻസ് വിശാലമായത്. അപ്പോൾ അൽ മൽഅബു വാസിഉൻ, ഗ്രൗണ്ട് വിശാലമായതാണ്. പിന്നെയോ നശീത്തുൻ ഡേഷ്, ആരാണ് നശീത്തു? നശീത്തു മീൻസ് ഉന്മേഷവാൻ, കളിക്കാരൻ ഉന്മേഷവാനാണ്. അപ്പോൾ എന്ത് പറയും? അൽ ലാഇബു നശീത്തുൻ, കളിക്കാരൻ ഉന്മേഷവാനാണ്. ഇതാരാണ്? റഫറിയാണ് അല്ലേ. റഫറിക്ക് എന്താ പറയുക? ഹക്കമുൽ മുബാറാത്ത്. ഹക്കമുൽ മുബാറാത്തി ആദിലുൻ, റഫറി നീതിമാനാണ്. ആദിൽ മീൻസ് നീതിമാൻ.
രണ്ട് ടീമിനെയും നീതിയോടെ കാണുന്ന, ഒരേപോലെ കാണുന്ന റഫറി. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ ജുംല ഇസ്മിയാണ്. എല്ലാം ഇസ്മ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആ തുടങ്ങിയിരിക്കുന്ന ഇസ്മുകളൊക്കെ മുബ്തദ ആണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം പഠിക്കാം.